കലോത്സവം അതിന്റെ പകുതി പിന്നിടുകയാണ് മാധു. അതെ, കലാരവം അക്ഷരാർത്ഥത്തിൽ കലയുടെ ആരവം അനന്തപുരിയിൽ കൊടിയേറിയിട്ട് ഇത് മൂന്നാമത്തെ പകലാണ്. അടിപൊളിയാക്കുകയാണ്. ചുറ്റും നിൽക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ കലാഭിരുചികൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിന്റ് നിലവാരം ഒന്ന് പറഞ്ഞു പോകാം. എന്തായാലും മത്സരം കടുത്ത രീതിയിൽ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുതൽ കണ്ണൂർ ജില്ല തന്നെ മുന്നിട്ട് നിൽക്കുന്നു. അതെ, വേറെ ആർക്കും കഴിയുന്നില്ല. കണ്ണൂരിന്റെ സന്തോഷം അല്ലെ. 541 പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നിൽ നിൽക്കുന്നു. 536 പോയിന്റായി സ്വന്തം ജില്ല തൃശ്ശൂർ തൊട്ട് പിന്നിലുണ്ട്. എവിടെ തൃശ്ശൂർ വിട്ടുകൊടുക്കില്ല. എന്തായാലും ഇത്തവണ ഫസ്റ്റ് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. കോഴിക്കോട് 532, പാലക്കാട് 528, ആലപ്പുഴ 509. ഇനി പാലക്കാട് ഒക്കെ ആണെങ്കിൽ അവർക്ക് കിരീടം ഞങ്ങളുടേതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജില്ലകളാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ബാക്കി ആളുകൾ പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്നാണ്. അപ്പോൾ ഈ സ്കൂളുകളുടെ ഗണത്തിൽ ആലത്തൂര് BSS ഗുരുകുലം വീണ്ടും അതെ, അത് നമ്മുടെ തൊട്ടടുത്ത സ്കൂളാണ്. അപ്പോൾ അവർ 80 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തായിരുന്നു. ഇന്നലെ അവരൊന്ന് പിന്നിലായിരുന്നു, 4ാം സ്ഥാനത്തേക്കൊക്കെ പോയതാണ്. പക്ഷേ 80 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തിരിച്ചുപിടിച്ചു. പക്ഷേ തിരുവനന്തപുരത്തെ മിടുക്കന്മാരും മിടുക്കുകളും ഒട്ടും പുറകിലില്ല. കാർമൽ സ്കൂൾ 70 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. കിടങ്ങന്നൂർ പത്തനംതിട്ട സ്കൂളാണ് ഇന്നലെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് വന്നു. പക്ഷേ ഇന്നവർ 66 പോയിന്റുമായി 3ാം സ്ഥാനത്ത്. എന്തായാലും ഏത് ജില്ലയുടേത് ഏത് സ്കൂളിൻ്റെത് എന്നുള്ളതല്ല, ഇവിടെ വന്നാൽ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. സ്കൂൾ കലോത്സവം, ഉപജില്ലാ കലോത്സവം, റവന്യൂ കലോത്സവം ഒക്കെ കഴിഞ്ഞ് സംസ്ഥാന കലോത്സവത്തിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ പ്രതിഭ കളക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അവരെ കൈയടിച്ചങ്ങ് സ്വീകരിക്കാം, ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാം. അത് മാത്രമേ ചെയ്യാനുള്ളൂ. എന്തായാലും കുട്ടികളായാലും രക്ഷിതാക്കളായാലും അധ്യാപകരായാലും ഒക്കെ ഒരു ടെൻഷൻ അവർക്കുണ്ട് എന്ന് നമുക്കറിയാം. കാരണം മത്സരിക്കാൻ വരെയുള്ളത് നമ്മളിവിടെ എത്രത്തോളം സന്തോഷത്തോടെ പങ്കുവെച്ചാൽ അവർ വേദിയിലേക്ക് കയറുമ്പോൾ അവരുടെ മനസ്സിൽ A ഗ്രേഡ് എന്ന വലിയ ലക്ഷ്യമാണ്. അപ്പോൾ ആ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് സത്യത്തിൽ ചാനൽ ക്യാമറ ഫ്രീ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഫ്രീ ആയിട്ട് അവർ വളരെ സന്തോഷ മോഡിൽ അവർ കളിക്കാൻ വരികയാണ്. അപ്പോൾ